എറണാകുളം വൈറ്റിലയിലെ ചന്ദർകുഞ്ച് ആർമി ഫ്ളാറ്റ് പൊളിക്കുന്നത് കൊച്ചി മെട്രോ ഉൾപ്പെടെയുള്ള നിർമ്മാണങ്ങളെ ബാധിക്കില്ലെന്ന് വിലയിരുത്തൽ. മെട്രോ ഉൾപ്പെടെയുള്ള നിർമ്മാണങ്ങളെ ബാധിക്കില്ലെന്ന റിപ്പോർട്ട് കിട്ടി. ദില്ലിയിലെ സൂപ്പർടെക് ടവേഴ്സ് മാതൃകയിൽ പൊളിക്കാനാണ് ആലോചനയെന്നും വിദഗ്ധ സമിതി അംഗം റിപ്പോർട്ടറിനോട് പറഞ്ഞു. കൊച്ചിയിൽ വീണ്ടും ഒരു ഫ്ളാറ്റ് പൊളിക്കാനായി ഉത്തരവായിരിക്കുകയാണ്. വൈറ്റിലയിലെ ചന്ദർകുഞ്ച് ഫ്ളാറ്റ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി ആശങ്കകളും സംശയങ്ങളും ഉയരുന്നുണ്ട്. ഫ്ളാറ്റ് പൊളിക്കുന്ന വിദഗ്ധ സമിതിയിലെ അംഗവും സ്ട്രക്ചറൽ എഞ്ചിനീയറുമായിട്ടുള്ള അനിൽ ജോസഫാണ് നമുക്കൊപ്പമുള്ളത്. പല രീതിയിലുള്ള സംശയങ്ങൾ വരുന്നുണ്ട്. മരട് ഫ്ളാറ്റ് പൊളിച്ച പോലെ ആശങ്കകൾ ഒഴിഞ്ഞ് അധികം പ്രശ്നമില്ലാതെ പൊളിക്കാൻ പറ്റുമെന്നുള്ള സംശയങ്ങളുമുണ്ട്. കൂടാതെ മെട്രോ തൊട്ടടുത്തുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഇതിൽ നമുക്ക് കൂടുതൽ വറി ഉണ്ടായിരുന്നത് ബിൽഡിംഗ് ഭയങ്കരമായിട്ട് ഡാമേജ്ഡ് ആണ്. അതിൻ്റെ സ്ട്രക്ചറൽ സ്ട്രെങ്ത്തിനെ പറ്റി നമുക്ക് അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തന്നെ അതിൻ്റെ പണ്ട് ടെസ്റ്റ് ചെയ്ത ഡാറ്റാസൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ നേരത്തെ മരടിൽ നമ്മുടെ കൂടെ ചെയ്തിരുന്ന 2 കമ്പനി ഉണ്ടായിരുന്നു, എഡിഫീസ് ബോംബെ എന്നും പിന്നെ വിജയ സ്റ്റീൽസ് ചെന്നൈ എന്നും. അവരുടെ എക്സ്പെർട്സിനെ കൊണ്ടുവന്ന് ഒരു ഇവാലുവേഷൻ നടത്തി, ഫസ്റ്റ് കട്ട് ഇവാലുവേഷൻ നടത്തി. അപ്പോൾ അവർ മെട്രോയുടെ പൊസിഷനും ചുറ്റുമുള്ള ബിൽഡിങ്ങിൻ്റെ കറണ്ട് സിറ്റുവേഷനും ഈ ടവർ എയുടെ ഡിസ്റ്റൻസും എല്ലാം പഠിച്ചിട്ട് പ്രാക്ടിക്കലി അത് പോസിബിൾ ആണെന്നുള്ളൊരു ഫസ്റ്റ് കൺസെപ്റ്റ് റിപ്പോർട്ടാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവാക്യുവേഷൻ തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡൽഹി സൂപ്പർടെക് ഇൻഡോർ ഡിമോളിഷനിലും സെയിം ടീമാണ് വർക്ക് ചെയ്തത്. ഐ വാസ് ഓൾസോ പാർട്ട് ഓഫ് ദ ആസ് എ സ്ട്രക്ചറൽ എക്സ്പെർട്ട്. അതിലും വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ 9 മീറ്ററിൽ 12 നിലയുള്ള ബിൽഡിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ ബിൽഡിംഗ് ഡിമോളിഷ് ചെയ്തത് 107 മീറ്ററുള്ള 32 നിലയുള്ള ബിൽഡിങ്ങാണ് ഡിമോളിഷ് ചെയ്തത്. പക്ഷേ 12 മീറ്റർ മാറി 9 മീറ്റർ മാറി 12 നിലയുള്ള ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രൊട്ടക്റ്റീവ് വർക്കും ഫോൾസ് അതേപോലെ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഡാമേജ് വരാത്ത വിധത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രത്യേകിച്ച് മെട്രോയുടെ കേസിലും നമ്മൾ അതനുസരിച്ച് പഠിച്ച് ആംഗിൾ ഓഫ് ഫോൾ അതനുസരിച്ച് മാറ്റി മെട്രോയിലുള്ളവരെയും കൺവിൻസ് ചെയ്തിട്ടേ ആ സ്റ്റെപ്പിലേക്ക് പോകുള്ളൂ. പക്ഷേ കറൻ്റ്ലി ഇപ്പോൾ നമുക്ക് ഇവാക്യുവേഷനാണ് ഒരു ക്രിട്ടിക്കൽ പാർട്ട്. ഇപ്പോൾ ഇവാക്യുവേഷൻ WHO കുറേ കൺസേൺ ഉണ്ട് അവിടെയുള്ള റെസിഡൻസിന്. അവരുടെ കൺസേൺ അഡ്രസ്സ് ചെയ്യാനായിട്ട് 3-ാം തീയതി കോടതിയിൽ കേസ് വരുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞിട്ട് കോർട്ടിൻ്റെ ഡയറക്ഷൻ പ്രകാരമായിരിക്കും നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. ഇവാക്യുവേഷൻ കഴിഞ്ഞ് അവർ കംഫർട്ടബിൾ ആയിട്ടാണ് നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ഡിമോളിഷനിലേക്ക് നമ്മൾ ഇത് ചെയ്യുന്നത്. എന്നാലും ഒരു ടെൻറ്ററ്റീവ് പ്ലാനിങ്സ് ഇതുവരെ നടത്തിയിട്ടുണ്ട്. നിലവിൽ മെട്രോൻ്റെ ആശങ്കകളൊക്കെ ഉണ്ടല്ലോ, അത്ര പ്രശ്നം മെട്രോയ്ക്ക് ബാധിക്കാത്ത രീതിയിൽ പൊളിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതെ, എക്സ്പെർട്ട് ഒപ്പീനിയനും എൻ്റെ എക്സ്പീരിയൻസ് ഉള്ളതിൽ ഞാൻ 4-5 മേജർ ബ്ലാസ്റ്റിൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പോസിബിളായിട്ടുള്ള ഇങ്ങനെ ഒരു ചലഞ്ചസ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. എന്നാലും സെൻസിറ്റീവായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് വെച്ച് മെഷർ ചെയ്ത് മോണിറ്റർ ചെയ്ത് അതിൻ്റെ സ്റ്റഡീസ് നടത്തിയിട്ടേ ആ സ്റ്റെപ്സിലേക്ക് നമ്മൾ പോകുള്ളൂ. അപ്പോൾ മെട്രോയുടെ മെമ്പേഴ്സിനെ ഇതിൻ്റെ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യുക ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്ക്. എന്നിട്ട് അവരുടെയും കൂടെ എഞ്ചിനീയറിംഗ് ഇൻപുട്സ് എടുത്തിട്ടായിരിക്കും നമ്മൾ ഫൈനൽ സ്റ്റേജസിലേക്ക് കടക്കുന്നത്. മരട് പൊളിച്ച പോലെ എളുപ്പത്തിൽ എന്തെങ്കിലും ഒരു ആശങ്കയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഇപ്പോഴും ഒരു ഡിമോളിഷൻ എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള ടാസ്ക് അല്ല. ഞാൻ എപ്പോഴും പറയും, ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അൺസർട്ടനിറ്റി ഉണ്ടെങ്കിൽ സ്ട്രക്ചറൽ സ്ട്രെങ്ത് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് കൂട്ടുകയോ കമ്പിയുടെ ബലം കൂട്ടുകയോ കോളത്തിൻ്റെ സൈസ് കൂട്ടുകയോ ചെയ്യാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ചെറിയ ബാൻഡ് വിഡ്ത്താണ് ഉള്ളത്. അപ്പോൾ എക്സ്പ്ലോസീവ് കുറവ് വെച്ചാൽ കെട്ടിടം വീഴില്ല. എക്സ്പ്ലോസീവ് കൂടിപ്പോയാൽ അതൊരു വലിയ ഡിസാസ്റ്ററായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ വർക്കൗട്ട് ചെയ്തിട്ട് ആംഗിളും കാര്യങ്ങളും ഫോം ചെയ്തിട്ട് നമുക്ക് ഫോൾസ് നടത്താൻ പറ്റും. അങ്ങനത്തേക്ക് എഞ്ചിനീയറിംഗ് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പനിയാണ് ജെറ്റ് ഡിമോളിഷൻ സൗത്ത് ആഫ്രിക്ക. 3 കൊല്ലം അവർക്ക് കൺസിക്യൂട്ടീവ് ആയിട്ട് ബെസ്റ്റ് ഡിമോളിഷൻ കമ്പനി ഇൻ ദ വേൾഡ് ആണ് കിട്ടിയത്. അവരാണ് എഡിഫീസിൻ്റെ പാർട്ട്ണറായിട്ട് ഈ പ്രൊജക്ട്സിലൊക്കെ ഇൻവോൾവ് ആയിരുന്നത്. അപ്പോൾ ഇതിന് തൊട്ടടുത്ത് വേറെ, അതായത് A-B-C എന്നാണ്. അപ്പോൾ ബിയും സി ആണ് പൊളിക്കുന്നത്. അപ്പോൾ എക്കും എന്ന് പ്രശ്നമില്ലാത്ത രീതിയിൽ പൊളിക്കാൻ പറ്റും. എയിലേക്ക് പ്രോബ്ലം വരാതിരിക്കാനും മെട്രോയ്ക്ക് പ്രോബ്ലം വരാത്ത വിധത്തിലുള്ള ഒരു ആംഗിളിലായിരിക്കും നമ്മൾ എൻ്റെയർ എഞ്ചിനീയറിംഗ് കാൽക്കുലേഷൻ എടുക്കുന്നത്. അതിന് 2 മാസത്തെ വർക്കുണ്ട് എഞ്ചിനീയറിംഗ് കാൽക്കുലേഷൻ തന്നെ റെഡിയാക്കാനായിട്ട്. പിന്നീട് നമുക്ക് ഡിമോളിഷൻ കഴിഞ്ഞ ഒരു മൊത്തം 10 മാസമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അത് ഡിസൈൻ ചെയ്യാൻ 2 മാസം, സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാൻ 4 മാസം. അത് കഴിഞ്ഞ് 3 മാസം വേണം ഡെബ്രീസ് എല്ലാം റിമൂവ് ചെയ്ത് സൈറ്റ് ക്ലിയർ ചെയ്തെടുക്കാൻ. അപ്പോൾ മൊത്തം ഓവറോൾ ഒരു 10 മന്ത് പീരീഡാണ് നമ്മളിതിന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് പൊളിച്ചു നീക്കുന്ന നിർമ്മാണത്തിലെ അപാകതകൾ കൊണ്ടാണ്. അപ്പം അത് ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ ബ്ലാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നമായിട്ട് മാറുന്നുണ്ടോ? അതിനെപ്പറ്റി വറിയുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഫസ്റ്റ് കട്ട് അനാലിസിസ് നടന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സ്റ്റഡി ടൈം കൂടുതൽ വേണ്ടത്. കാരണം നമ്മൾ ഇത് ഡ്രിൽ ചെയ്യും, എക്സ്പ്ലോസീവ് വെക്കുമ്പോൾ അല്ലെങ്കിൽ വോൾസ് മാറ്റുമ്പം ബിൽഡിങ്ങിൻ്റെ സ്റ്റെബിലിറ്റി പല സ്റ്റേജസിൽ അനാലിസിസ് ചെയ്യും. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ കോൺക്രീറ്റ്സ് മാറ്റും, അതിൻ്റെ അത് ഡ്രിൽ ചെയ്യും. അതിൻ്റെ ഇമ്പാക്റ്റ് എന്ത് വരും എന്നുള്ളതും കൂടെ സ്റ്റഡി ചെയ്യണം. പ്രത്യേകിച്ച്
ബിൽഡിംഗ് ഇപ്പോൾ ഡാമേജ് ആയിട്ട് നിൽക്കുന്നതുണ്ട്. ഇപ്പോൾ സിവിയർ ഡിറ്റോറിയേഷൻ വന്നിട്ടുണ്ട്, പലയിടത്തും സ്പോളിംഗ് ഉണ്ട്. ഇമ്മീഡിയറ്റ് ഇവാക്യുവേഷനാണ് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത്, ഞങ്ങളും സജസ്റ്റ് ചെയ്യുന്നതാണ് ഇമ്മീഡിയറ്റ് ഇവാക്യുവേഷൻ. കാര്യം സേഫ്റ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവിടെ ഉള്ളവരുടെ. പക്ഷേ അവരുടെ കൺസേൺസും കൂടെ അബ്സോർബ് ചെയ്തിട്ട് പ്രൊസീഡ് ചെയ്യാമെന്നാണ് കളക്ടറിൻ്റെ നേതൃത്വത്തിലുള്ള ടീം തീരുമാനിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത് മെട്രോ ഉണ്ട്, വലിയ ആശങ്കകൾ അവരും പ്രകടിപ്പിച്ചിരുന്നു. കൂടാതെ പല കോണുകളിൽ നിന്നും ഈ ഫ്ലാറ്റ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉയരുന്നുണ്ട്. എന്നാൽ അനിൽ ജോസഫ് വ്യക്തമാക്കുന്നത് അത്തരത്തിലുള്ള ആശങ്കകളൊന്നും വേണ്ട, വലിയ രീതിയിൽ പഠനം നടത്തി സമയമെടുത്ത് തന്നെയാണ് ഫ്ലാറ്റ് പൊളിച്ചു നീക്കുക എന്നാണ്. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതാരാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.